Hi everyone, this is Rinsi from Groww Malayalam channel. നിങ്ങൾ ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന് ഇതിൽ നിന്ന് എത്ര റിട്ടേൺസ് കിട്ടണം എന്നല്ലേ. അപ്പം നമുക്ക് ഈ ബാങ്ക് FD-നേക്കാളൊക്കെ കൂടുതൽ റിട്ടേൺസ് കിട്ടണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അപ്പം നമ്മൾ റിസ്ക് എടുക്കാറുണ്ട് നല്ല റിട്ടേൺസ് ലഭിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ഇവിടെ വിട്ടു പോകുന്നൊരു കാര്യമുണ്ട്. വലിയ റിട്ടേൺസിന് പുറകെ നമ്മൾ ഓടുമ്പോൾ നമ്മൾ പലരും നമ്മൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തത് എന്നുള്ളത് നമ്മൾ മറന്നുപോകും. സോ ഇവിടെ എന്താണ് ഇമ്പോർട്ടൻറ്റ്, വലിയ റിട്ടേണിന്റെ പുറകെ ഓടുന്നതാണോ അല്ലെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ? സോ ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ഇത് തന്നെയായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്തായാലും നിങ്ങളുടെ ഇൻവെസ്റ്റിംഗിലുള്ള ചിന്താഗതിയിൽ കുറച്ച് പുതിയ മാറ്റങ്ങളൊക്കെ ഇന്ന് വരാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. എന്തുകൊണ്ടാണ് നമുക്ക് വലിയ റിട്ടേൺസ് വേണ്ടത്? അപ്പോൾ ഇതിന്റെ ആൻസർ സിമ്പിൾ ആണ്, പൊട്ടൻഷ്യൽ ഗ്രോത്ത്. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റിന് നല്ലൊരു നേട്ടം ഉണ്ടായാൽ തന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ ഫ്യൂച്ചർ തന്നെ അങ്ങ് മാറി മറിയും. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്. നിങ്ങളിപ്പോൾ ഒരു റോളർ കോസ്റ്റർ കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ, ആഹാ ഇതൊക്കെ എന്ത് ഈസിയാന്ന്? അപ്പോൾ ഇതുപോലെയാണ് തുടക്കത്തിൽ നമുക്ക് മാർക്കറ്റിലേക്ക് നമുക്ക് തോന്നുക. നല്ലൊരു സുഖമുള്ള സംഭവം നമ്മൾ ഓർത്തിട്ടാവും നമ്മൾ ഇതിലേക്ക് എടുത്ത് അങ്ങ് ചാടുന്നത്. പക്ഷെ പെട്ടെന്നാവും നമ്മൾ അങ്ങ് തല കുത്തി മറിയാൻ അങ്ങ് തുടങ്ങുന്നത്. കയറ്റവും ഇറക്കവും എല്ലാം കൂടി അങ്ങായിട്ട് വരും. അവസാനം നമ്മൾ അങ്ങ് തല ഇറങ്ങി അങ്ങ് സൈഡായിട്ടിരിക്കും. അപ്പം തുടക്കത്തിൽ എല്ലാവരും വലിയ നമ്പറൊക്കെ ആവും പറയുന്നത്. അപ്പോൾ ഈ ഫണ്ട് എന്തായാലും വളരും, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ എല്ലാ ആഴ്ചയും 4% റിട്ടേൺസ് ഉണ്ടാക്കാം എന്നൊക്കെ എനിക്ക് അറിയാമെന്ന് പറയും. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊന്ന് ടെംപ്റ്റഡ് ആവും. പക്ഷേ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ളത്. വലിയ എമൗണ്ട് വാഗ്ദാനം ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ്സിനൊക്കെ നല്ല റിസ്കി ആയിരിക്കും. അപ്പോൾ നല്ല കയറ്റം കയറുന്ന പോലെ തന്നെ നല്ല രീതിയിൽ ഇടിയും ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം തന്ന വലിയ വാഗ്ദാനങ്ങളൊക്കെ ഒന്നും ഇല്ലാതെയാവും. അപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, നിങ്ങളുടെ പണം ഒരു വർഷത്തേക്ക് നല്ല രീതിയിൽ വളർന്നു, അടുത്ത വർഷം നല്ല രീതിയിൽ ഇടിഞ്ഞു വന്നു. ലൈക്ക് ഇപ്പം നിങ്ങളുടെ കയ്യിൽ 100 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്, 175 രൂപയായിട്ട് വളർന്നു. പക്ഷെ അതിനുശേഷം അത് 105 ഇടിഞ്ഞു. അങ്ങനെയെങ്കിൽ 2 കൊല്ലം കൊണ്ട് ജസ്റ്റ് 5 രൂപ മാത്രമാണ് നിങ്ങൾ ഉണ്ടാക്കിയത്. അപ്പം ഇത്രയും പ്രതീക്ഷയോടെ കാത്തിരുന്നതിന്റെ മൂല്യം വെറും 5 രൂപയാണോ? നമ്മുടെ പണം വളരുന്നൊക്കെ കാണാൻ നല്ല രസമാണ്, പക്ഷെ റിസ്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ അത്യാവശ്യം നല്ലൊരു ഗ്രോത്ത്, പക്ഷെ വലിയ ഇടിവ് ഉണ്ടാവാത്താണ് ബുദ്ധിപൂർവ്വമായിട്ടുള്ള കളി. അപ്പം ഇതിൽ നിന്ന് നമ്മൾ അടുത്ത പാർട്ടിലേക്ക് നമ്മൾ പോവാണ്. എന്താണ് ശരിക്കും നല്ലൊരു റിട്ടേൺ റേറ്റ് എന്ന് പറയുന്നത്? അപ്പം നമ്മൾക്ക് റിട്ടേൺ കിട്ടുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ എത്രത്തോളം ഫ്ലക്ച്വേറ്റ് ചെയ്തു എന്ന്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ പ്രോഫിറ്റ് മാത്രമല്ല നോക്കുന്നത്, പക്ഷെ എത്ര സ്റ്റേബിൾ ആണ് എന്നുള്ളത് നമ്മൾ നോക്കും. അപ്പൊ ഇങ്ങനെ ഒരു കേസിൽ അധികം കയറ്റവും ഇറക്കവും ഇല്ലാതെ പോർട്ട്ഫോളിയോ ഇപ്പൊ സ്റ്റേബിൾ ആയിട്ട് പോകുക ണെങ്കിൽ റിട്ടേൺ കുറഞ്ഞാലും വലിയ കുഴപ്പമില്ല. അപ്പം ഇന്ത്യയിലെ ഫിക്സഡ് ഡിപ്പോസിറ്റ് നോക്ക്. ഫിക്സഡ് ഡിപ്പോസിറ്റ് നമ്മളിപ്പോൾ ഒരു ലംസം എമൗണ്ട് ഒരു ഫിക്സഡ് പീരീഡിലേക്ക് നമ്മൾ ഇട്ട് അതിൽ നിന്ന് നമ്മൾ ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡ്യൂറേഷൻ അനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് ഒരു 3 മുതൽ 7% ഇടയ്ക്ക് വരും. അപ്പോൾ റിസ്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പലർക്കും ഇഷ്ടമുള്ളതാണ് ഈ FD ഒക്കെ. അപ്പോൾ ഞാൻ പറയും, റിയാലിറ്റിയിൽ ഒന്നും തന്നെ നമുക്ക് റിസ്ക് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ ഇന്ത്യൻ ബാങ്കിങ്ങിലെ ഫിക്സഡ് ഡിപ്പോസിറ്റ് സേഫ് ആണ്, അതുപോലെ തന്നെ സ്റ്റേബിൾ ആണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി വേറൊരു സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് റിട്ടേൺ വാഗ്ദാനം ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. പക്ഷെ അതിൽ ഒരുപാട് റിസ്ക് ഉണ്ട്. ഇപ്പോൾ ഒരു വർഷം നിങ്ങളുടെ പോർട്ട്ഫോളിയോ കൂടുന്നത് കാണാം, വരും വർഷങ്ങളിൽ കുറയുന്നതും കാണാം. ഇപ്പോൾ ഒരു സാധാരണ ഇൻവെസ്റ്ററിന്റെ തോട്ട് പ്രോസസ്സ് പോകുന്നത് ഇങ്ങനെയായിരിക്കും. ഇപ്പം അവരുടെ പോർട്ട്ഫോളിയോയിൽ ഇപ്പോൾ ഒരു 12% റിട്ടേൺസ് ആണ് അവർ കാണുന്നത്. അപ്പോൾ ജസ്റ്റ് ഇത് ഓക്കെ ആയിട്ടൊക്കെ അവർക്ക് തോന്നും. അപ്പോഴാണ് അവർ കേൾക്കുന്നത് വേറൊരു മ്യൂച്വൽ ഫണ്ടിൽ 45% റിട്ടേൺസ് ഉണ്ടെന്ന്. അപ്പം ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു ടെംപ്റ്റേഷൻ അങ്ങ് തുടങ്ങും. അപ്പോൾ അവരുടെ അഡ്വൈസർ പറയും ആ ഒരു മ്യൂച്വൽ ഫണ്ടിൽ റിസ്ക്കും കൂടുതലാണ്, അതുപോലെ തന്നെ അവർ സ്മോൾ ക്യാപ്പിലേക്കാണ് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അതായത് അവരുടെ പോർട്ട്ഫോളിയോ നല്ല രീതിയിൽ ഇടിയാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് പറയും. അപ്പം കോൺഫിഡൻസ് ലെവൽ ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ റിസ്ക് അവർ ഹാൻഡിൽ ചെയ്യുമെന്നും പറയും. നമ്മൾ ഇനി കുറച്ചങ്ങ് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുവാണ്. ഇപ്പം ഒരു എന്തെങ്കിലും എക്സ്റ്റേണൽ ഇവൻറ്റ്സ് കാരണം മാർക്കറ്റ് 20% ക്രാഷ് ആവുകയാണ്. ഇപ്പം ഇൻവെസ്റ്ററിന്റെ പോർട്ട്ഫോളിയോ 6% റിട്ടേൺസ് ആണ് കാണിക്കുന്നത്. അപ്പം 45% റിട്ടേൺ ഉറപ്പ് പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് ഇപ്പോൾ 40% ഇടിഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു 6% റിട്ടേൺ 2 കൊല്ലം കൊണ്ട് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നും അല്ല എന്ന് തോന്നും. സോ ഇങ്ങനെ ചിന്തിക്കുന്നത് സർവ്വസാധാരണം തന്നെയാണ്. അപ്പം റിസ്ക് ഇല്ലാതെ വലിയ റിട്ടേൺസ് നേടുക എന്നുള്ളത് പല ഇൻവെസ്റ്റേഴ്സും ആഗ്രഹിക്കുന്നത്. അപ്പം മാർക്കറ്റ് കയറുമ്പോൾ നമുക്ക് നല്ല റിട്ടേൺസ് വേണം, പക്ഷെ മാർക്കറ്റ് ഇടിയുമ്പോൾ FDയിൽ കിട്ടുന്ന ഗ്യാരണ്ടി റിട്ടേൺസ് ഒക്കെ നമ്മൾ കുറച്ചും കൂടി നമുക്ക് ടെംപ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നും. ശരിക്കും പ്രശ്നം നമ്മൾ ഇങ്ങനെ കിടന്ന് കമ്പയർ ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ചുറ്റും നമ്മൾ നോക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് നല്ലപോലെ കിട്ടുന്ന കാണുമ്പോൾ നമുക്കും വേണമെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇത് നമ്മൾ വീണ്ടും അൺഹാപ്പി ആക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ ഫൈനാൻഷ്യൽ നീഡിന് ഏറ്റവും നല്ല ROI ഏതാണ് എന്ന് തീരുമാനിക്കുന്നതാണ് കാര്യം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പാരന്റ് അവരുടെ കുട്ടിയുടെ കോളേജ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സേവ് ചെയ്യുന്നത് നല്ലൊരു ROI ആയിട്ട് നമുക്ക് കണക്കാക്കാം. അതായത് 18 വർഷം കഴിയുമ്പോൾ അവരുടെ ട്യൂഷൻ ഫീ കവർ ചെയ്യും. അതേ സമയത്ത് റിട്ടയർമെന്റ് നല്ലൊരു ROI ആയിട്ട് കണക്കാക്കാം, കാരണം നമുക്ക് നല്ലൊരു ജീവിതം നൽകുന്നതുകൊണ്ട് തന്നെ. സോ നമ്മൾ ഇങ്ങനെ തുടർച്ചയായിട്ട് കമ്പയർ ചെയ്യുന്നതിന് പകരം നമ്മുടെ മെയിൻ ഗോളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വർക്കാവുന്ന ഒരു സ്ട്രാറ്റജി
സ്ട്രാറ്റജി നിങ്ങൾ തിരഞ്ഞെടുക്കുക, ഫൈനാൻഷ്യലി അതുപോലെ തന്നെ മെന്റലി. നമ്മുടെ ഉറക്കം നഷ്ടപ്പെടാതെ നമുക്കൊരു ഡീസന്റ് റിട്ടേൺസ് നമുക്ക് കിട്ടുക എന്നതിലാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ കൂടുതൽ നിങ്ങൾ നിക്ഷേപിച്ചാൽ കൂടുതൽ പണം നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കും. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, അതാണ് കൺസിസ്റ്റൻസി. ഇത് ജസ്റ്റ് ഇപ്പോൾ ഒറ്റ തവണ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, തുടർച്ചയായിട്ട് ഒരു തുക നിങ്ങൾ ഇടുന്നതിലൂടെ നിങ്ങളുടെ സേവിങ്സ് കൂട്ടുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒരു സ്റ്റഡി ഗ്രോത്ത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടും ഉള്ളൊരു ചാൻസും കൂടിയാണ് നിങ്ങൾ കിട്ടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്? നിങ്ങൾ കൺസിസ്റ്റന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കോമ്പൗണ്ടിങ്ങിന്റെ ബെനിഫിറ്റ് ലഭിക്കും. അപ്പോൾ നിങ്ങളുടെ പണം നിങ്ങൾ നിക്ഷേപിച്ച തുകയിൽ നിന്ന് മാത്രമല്ല വളരുന്നത്, മുമ്പ് നിങ്ങൾ ഉണ്ടാക്കിയ പ്രോഫിറ്റിൽ നിന്നും വളരും. വലിയ റിട്ടേൺസ് ലക്ഷ്യം ഇടുന്നതിലും നല്ലത് കൺസിസ്റ്റന്റ് ആയിരിക്കുന്നതും കൂടുതൽ തുക ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് ഞാൻ 2 സിനാരിയോ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ സിനാരിയോ എന്ന് പറഞ്ഞാൽ 2 സുഹൃത്തുക്കൾ, അർജുനും ആകാശും. അപ്പോൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ 2 പേരും SIP തുടങ്ങി. അർജുൻ എല്ലാ മാസവും 12,000 രൂപ വെച്ച് സേവ് ആക്കി, ആകാശ് എല്ലാ മാസവും 6,000 രൂപ വെച്ച് സേവ് ആക്കി. അപ്പോൾ 2 പേരും 15 വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ ആകാശ് കുറച്ച് ഭാഗ്യമുള്ളവനായിരുന്നു. അപ്പോൾ അവന്റെ ഇൻവെസ്റ്റ്മെന്റിന് അവർക്കൊരു 15% ആവറേജ് ആനുവൽ റിട്ടേൺസ് ലഭിച്ചു, മാർക്കറ്റ് ഔട്ട് പെർഫോം ചെയ്തുകൊണ്ട്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ അർജുന് 10% CAGR റിട്ടേൺസ്. അപ്പം അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഔട്ട്കത്തിന്റെ ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ അർജുൻ 12,000 രൂപ വെച്ച് എല്ലാ മാസവും സേവ് ആക്കി 10% വെച്ച് ഇൻവെസ്റ്റ്മെന്റ് വളർന്നു. അങ്ങനെ അവന് 50,15,000 രൂപ ലഭിച്ചു. ഇനി നമ്മുടെ ആകാശ് എല്ലാ മാസവും 6,000 രൂപ വെച്ച് സേവ് ആക്കി 15% ഇൻവെസ്റ്റ്മെന്റ് വളർന്നു. അങ്ങനെ അവന് 40,61,000 രൂപ ലഭിച്ചു. ഇവിടെ നിങ്ങൾ ഓൾറെഡി കണ്ടു റിട്ടേൺ ആർക്കാണ് കുറവ്, നമ്മുടെ അർജുനാണ്. എന്നിട്ടും അർജുൻ തന്നെയാണ് കൂടുതൽ എമൗണ്ട് നേടിയത്. അപ്പം ഇങ്ങനെ ലഭിക്കാനുള്ള കാരണം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ജേർണിയുടെ തുടക്കത്തിലൊക്കെ ഈ കോമ്പൗണ്ടിങ്ങിന്റെ ഇൻഫ്ലുവൻസ് കുറവ് തന്നെയായിരിക്കും. കാരണം നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ അപ്പം അത്ര വലിയതൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് ഇവിടെ എല്ലാ പണിയും എടുക്കുന്നത് ഇവിടെ. എന്നാലും ഇൻവെസ്റ്റിംഗ് വളരുമ്പോൾ കോമ്പൗണ്ടിങ്ങിന് വലിയൊരു റോൾ വരും. എനിക്കറിയാം നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ മാസവും വലിയൊരു എമൗണ്ട് ഒന്ന് സേവ് ആക്കി മാറ്റി വെക്കാൻ കഴിയില്ലായിരിക്കും. ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ജോലിക്കൊക്കെ കയറിയതേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് സിനാരിയോ എന്താണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങളിപ്പോൾ എല്ലാ മാസവും 25,000 രൂപ വെച്ച് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇടുവാണെന്ന്. അപ്പോൾ എല്ലാ വർഷവും നിങ്ങൾക്ക് ഒരു 12% റിട്ടേൺസ് കിട്ടിയാൽ നിങ്ങൾക്ക് 12 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് 80 ലക്ഷം രൂപ നിങ്ങൾക്ക് ലഭിക്കും. ഇനിയിപ്പം നിങ്ങളുടെ ഒരു ഫ്രണ്ട്, അവൾ നിങ്ങളെ പോലെ ഹൈ റിട്ടേൺ റിസ്ക് ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് ഒന്നും അവളില്ല. അവൾ നിങ്ങളെ പോലെ 25,000 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. പക്ഷെ അവൾക്കൊരു 8% ഇവിടെ റിട്ടേൺസ് ലഭിക്കുന്നുള്ളൂ. കാരണം അവൾ ഈ റിസ്ക് എടുക്കാനൊന്നും അവൾ നിൽക്കുന്നില്ലല്ലോ നിങ്ങളെ പോലെ. ഇവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്. അവൾ അവളുടെ ഇൻവെസ്റ്റ്മെന്റ് ചെറുതായിട്ടൊന്ന് കൂട്ടുവാണ്, ഒരു 10% വെച്ച് അങ്ങ് കൂട്ടുവാണ്. ഇങ്ങനെ കൂട്ടിയതുകൊണ്ട് അവളുടെ മന്ത്ലി ബഡ്ജറ്റിൽ വലിയ മാറ്റമൊന്നും കൊണ്ടുവരത്തില്ല ഇത്, പക്ഷെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും ഇത്. ഇപ്പോൾ നമ്മൾ 12 വർഷം അങ്ങോട്ട് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുവാണ്. നിങ്ങളിപ്പം നിങ്ങൾക്ക് കിട്ടിയ 80 ലക്ഷം രൂപയും കൊണ്ട് ഇരിക്കുവാണ്. പക്ഷെ അതേ സമയത്ത് അവൾക്ക് എത്രയാണ് കിട്ടിയതെന്ന് നിങ്ങൾക്ക് അറിയാമോ? 95 ലക്ഷം രൂപ. അതെ, ചെറിയൊരു റിട്ടേൺ കൊണ്ട് ഇത്രയും വലിയൊരു തുക അവൾ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇതിന് കാരണം അവൾ അവരുടെ മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് കൂട്ടിക്കൊണ്ടിരുന്നതുകൊണ്ടാണ്. നിങ്ങൾ കാണുന്ന പോലെ 2ാം വർഷം മുതൽ 40% വ്യത്യാസം ഉണ്ടായിരുന്നിട്ടും നിങ്ങളുടെ കോർപ്പസ് നിങ്ങളുടെ സുഹൃത്തിനേക്കാളും കുറവാണ്. അപ്പം 10ാം വർഷം അവസാനത്തോടെ അവൾ ഏകദേശം മാസം 58,000 രൂപ വെച്ചിട്ട് നിക്ഷേപിക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് നിങ്ങൾ നിക്ഷേപിക്കുന്ന 25,000 രൂപേനേക്കാളും കൂടുതലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, റിട്ടേൺസ് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ വലിയൊരു വ്യത്യാസം ഉണ്ടാവുന്നത് നിങ്ങൾ എത്ര വലിയ തുകയാണ് നിക്ഷേപിക്കുന്നത് അതനുസരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് കൂട്ടാൻ കഴിയുമെങ്കിൽ അതായിരിക്കും വലിയൊരു മാറ്റം കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങളുടെ വരുമാനം കൂടുന്നതനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റ് തുകയും കൂട്ടുവാണെങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു റിവാർഡ് തന്നെയായിരിക്കും നൽകുന്നത്. സോ അടുത്ത തവണ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബോണസോ അല്ലെങ്കിൽ വരുമാനം കൂടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. സോ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലോങ് ടേം ഗോൾസ് ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയുടെ കോളേജ് എഡ്യൂക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് 1 കോടി രൂപ വേണമെന്ന് വിചാരിക്കുക. 5% ഇൻഫ്ലേഷൻ എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഈ ഒരു തുക 2,40 ലക്ഷം രൂപയാകും. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ സേവ് ചെയ്യാം? എല്ലാ മാസവും 32,000 രൂപ വെച്ച് സേവിങ്സ് പ്ലാനിലേക്ക് നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു 12% റിട്ടേൺ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ നിങ്ങൾക്ക് നേടിയെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ മാസവും ഒരു 17,000 രൂപ വെച്ച് നിങ്ങൾക്ക് തുടങ്ങാം. എന്നിട്ട് എല്ലാ വർഷവും അത് 10% കൂട്ടാം. ഇപ്പോൾ 2ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ തുടക്കത്തിൽ നിങ്ങൾക്ക് കുറച്ച് മാത്രം സേവ് ആക്കിയാൽ മതി. അതുപോലെ തന്നെ ബൈ ടൈം നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ സമ്പാദിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾക്ക് സേവ് ആക്കാം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇപ്പം നിങ്ങൾ അധികം ഏൺ ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾക്ക് വലിയ ലക്ഷ്യങ്ങളൊക്കെ നോക്കി കാണാം ഇതുപോലെ. ഇപ്പം വീഡിയോ നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വലിയ റിട്ടേൺസിന്റെ പുറകെ ഓടുന്നല്ല, അത് നിങ്ങൾ വലിയൊരു സ്ക്രീനിൽ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പം സേവ് ചെയ്യുന്നതിൽ മാത്രം ലക്ഷ്യമിടാതെ വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ട് കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്കും കൂടി നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. സോ നമുക്കിതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി.
Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.